Hello friends, I am Nisha from Nissas kitchen. Welcome to my channel. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ്. വളരെ പെർഫെക്റ്റ് ആയി എന്നാൽ വളരെ എളുപ്പത്തിൽ എഗ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈസ് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: ബസ്മതി റൈസ് 2.5 കപ്പ്. ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുക. സവോള ഒരെണ്ണത്തിൻ്റെ പകുതി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, നാരങ്ങ ഒരെണ്ണം. പിന്നെ വേണ്ടത് മിക്സഡ് സ്പൈസസ്, അതായത് 2-3 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2-3 ഏലക്ക, ഗ്രാമ്പു 5-6 എണ്ണം, കുരുമുളക് 10 എണ്ണം, തക്കോലം ഒരെണ്ണം, ബേ ലീവ്സ് ഒരെണ്ണം ചെറുത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. പെരുംജീരകം 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 2 ടേബിൾ സ്പൂൺ. മുട്ട മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മുട്ട 5 എണ്ണം, ഇത് പുഴുങ്ങി തോട് കളഞ്ഞെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. സവോള 2 എണ്ണം വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്. തക്കാളി 1 എണ്ണം വലുത് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ബിരിയാണി മസാല 1 ടീസ്പൂൺ. ഞാൻ ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുണ്ടാക്കാനായിട്ട് ഗ്രാമ്പു ഒരു 4 എണ്ണം, പെരുംജീരകം 1/4 ടീസ്പൂൺ, ഏലക്ക ഒരു 3 എണ്ണം, 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, തക്കോലം ഒരെണ്ണം, ജാതിപത്രി 2 എണ്ണം, ബേ ലീവ്സ് ഒരെണ്ണം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ പാലിൽ ഒരു നുള്ള യെല്ലോ ഫുഡ് കളർ മിക്സാക്കി എടുത്തത്. ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ, ഫ്രൈഡ് ഒനിയൻ, ഒരു സവോള വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, എണ്ണയിൽ വറുത്ത് കോരുക. കുറച്ച് ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, ഇത് രണ്ടും നെയ്യിൽ വറുത്തെടുക്കണം. ആദ്യമായിട്ട് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വൈഡായിട്ടുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് മെൽറ്റായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നൈസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അതും ഒരെണ്ണത്തിൻ്റെ പകുതി മതിയാകും. ഇനി സവാള ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. ബാക്കിയുള്ള സ്പൈസസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇപ്പോൾ സ്പൈസസ് എല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിനെ ലോ ഹീറ്റിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ റൈസ് നന്നായിട്ട് ചൂടായി വരണം. ഇപ്പോൾ റൈസ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരി വേവിച്ചെടുക്കാം. ബസ്മതി റൈസിന് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. ഞാൻ ഈ ഒരു കപ്പിനാണ് 2.5 കപ്പ് അരി അളന്നെടുത്തത്. അപ്പം നമുക്ക് ഇതേ കപ്പിൽ തന്നെ വേണം വെള്ളവും അളന്നെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു കപ്പിൽ 4.25 ഗ്ലാസ് വെള്ളം അളന്ന് അടുപ്പിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കണം. വെള്ളത്തിന് ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം, എന്നാലേ ഉള്ളൂ അരി വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പ് കാണത്തുള്ളൂ. ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ടാണ് നിൽക്കുന്നത്.
ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് വരും. കാരണം നമ്മൾ ഓൾറെഡി അരമണിക്കൂർ സോക്ക് ചെയ്ത റൈസാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. റൈസ് ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും വെന്ത് കുഴഞ്ഞു പോകാതെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ശരിക്കും ഒരു 90% കുക്കായിട്ട് വന്നേച്ചാൽ മതി. ബാക്കി 10% നമ്മൾ ബിരിയാണി ദം എടുക്കുന്ന സമയത്ത് റെഡി ആയിക്കോളും. അരി ഇതുപോലെ വെള്ളം വറ്റിച്ച് കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്നും വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്താലും മതിയാവും. ഇനി അടുത്തായിട്ട് നമുക്ക് മുട്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്ത 5 മുട്ടയിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്കൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അതുപോലെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തിരുമ്മി വെച്ചിരിക്കുന്ന മുട്ട ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. മുട്ട നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കിനും അതൊന്ന് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. മൂടി ഒരു 2-3 മിനിറ്റ് വെച്ചിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 വശവും ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം മുട്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. മുട്ട ഫ്രൈ ചെയ്ത ഈ ബാക്കി ഓയിലിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇത് മുട്ട വറുത്തതിൻ്റെ ബാലൻസ് എണ്ണ ആയതുകൊണ്ടാണ് ഇതുപോലെ പതഞ്ഞു വരുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു 2 എണ്ണം വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് സവാള വഴറ്റുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് വാടിക്കിട്ടും. ഇനി ഇതിനെ മീഡിയം ഹീറ്റിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവാള നന്നായിട്ട് മൊരിഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കാം. ഇനി നമുക്കിതിനെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. പൊടികളുടെ പച്ചക്കുത്തൊന്ന് നന്നായിട്ട് മാറി വരണം. ഇപ്പോൾ ഇതെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അതിനായിട്ട് ഒരു 3-4 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഇതിനെ മൂടി വെച്ചിരിക്കാം. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണം. വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് അല്പം കുറവാണ്, കുറച്ച് ചേർത്ത് കൊടുക്കാം.
ഉപ്പും എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത എഗ്ഗ് ഇട്ട് കൊടുക്കാം. മിക്സ് ആക്കി കൊടുക്കാം. ഇനി മുട്ടയിലോട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഇതിനെ ഒന്ന് മൂടി വെച്ചിരിക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. മുട്ടയിലോട്ടിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് നമ്മൾ ചേർക്കുന്നത് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരായിരിക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചിരിക്കാം. ഈ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നതിന് ശേഷം നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങാം. നമുക്കിനി ബിരിയാണി ദം ചെയ്തെടുക്കാം. നമ്മൾ 2 ലെയറായിട്ടാണ്, അതായത് വലിയ എമൗണ്ട് ഉണ്ടാക്കുമ്പോൾ 2 ലെയറായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യമേ മസാല ഇടണം, അതിന് ശേഷം റൈസ്, പിന്നെയും മസാല, പിന്നെ റൈസ്, അങ്ങനെ വേണം. ഇതിപ്പോൾ നമ്മൾ ചെറിയ അളവ് ബിരിയാണി ഉണ്ടാക്കുന്നത് കൊണ്ട് ഒറ്റ ലെയർ മതി. അപ്പോൾ ആദ്യം ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പകുതി എമൗണ്ട് വേണം ആദ്യം ഇടാൻ. ഇനി ഇതിലോട്ട് ഫുഡ് കളർ ചേർക്കാം. ഞാൻ ഒരു നുള്ളു ഫുഡ് കളർ 2 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ആക്കിയതാണ്. അത് ഇതിലോട്ട് തളിച്ച് കൊടുക്കാം. ഫുഡ് കളർ ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ആണെങ്കിലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കാഷ്യൂനട്ടും റേസിൻസും ഫ്രൈ ചെയ്തതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന ബിരിയാണി എസൻസ് ആണ്. ഇത് നമുക്ക് ബേക്കറിയിലോ അല്ലെങ്കിൽ ബിരിയാണി ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഷോപ്പിലോ വാങ്ങിക്കാൻ കിട്ടും. ഇത് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുക്കുക. ബിരിയാണിക്ക് നല്ലൊരു സ്മെൽ ഉണ്ടാവാനായിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ എഗ് മസാല റെഡിയാക്കുമ്പോൾ ഇതുപോലെ ഗ്രേവി നല്ല തിക്കായിട്ട് വരണം. എഗ് മസാല മുഴുവനും ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന റൈസും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ ഫുഡ് കളർ ആഡ് ചെയ്യാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. ഇത് വന്നിട്ട് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു 2-3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് കൂടെ ചേർക്കുകയാണ്. കാരണം എനിക്ക് ബിരിയാണിക്ക് പൈനാപ്പിൾ എസൻസിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്. പൈനാപ്പിൾ എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. ഇനി ഇതിലോട്ട് ബാക്കിയിരിക്കുന്ന ഫ്രൈഡ് ഒനിയനും കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ചും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യാം. നമുക്കിനി ബിരിയാണി ദം ചെയ്തെടുക്കാം. ഞാനൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് പാത്രം ഇതുപോലെ ഒന്ന് കവർ ചെയ്യാണ്. പാത്രത്തിൻ്റെ അടപ്പ് നല്ല ടൈറ്റാണെങ്കിൽ ഇതുപോലെ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫോയിൽ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ മാവ് കുഴച്ചിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് സീൽ ചെയ്താൽ മതി. ഒട്ടും ഇതിൻ്റെ ആവി പുറത്തേക്ക് പോരുത്. പാത്രം നല്ല ടൈറ്റായിട്ട് അടച്ച ശേഷം ഞാനിത് ദം ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. സ്റ്റൗവിൻ്റെ പുറത്തോട്ട് ഒരു പഴയ സ്റ്റീൽ പാത്രം അല്ല ഒരു സ്റ്റീലിൻ്റെ തട്ട് വെച്ച ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം ടൈറ്റായിട്ട് അടച്ച പാത്രം അതിൻ്റെ മുകളിലായിട്ട് വെക്കുക. മീഡിയം ഹീറ്റിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ഇതിനെ വെച്ച് കൊടുത്ത് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റാം. നമ്മളിതിൻ്റെ സീല് മാറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ ഒന്ന് മിക്സ് ആക്കാം.
ഗ്രേവിയും റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ സെർവിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക്